നമ്മുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, കാശിന് 2 കൂലികളെ മേടിക്കുന്നു, ഒന്നുപോലും എൻ്റെ പിതാവ് അറിയാൻ നിലത്ത് വീഴുന്നില്ല. എന്താണ് എൻ്റെ സന്ദേശം? ദൈവം അറിയാൻ ഒന്നും സംഭവിക്കത്തില്ലെന്ന്. നിങ്ങളുടെ തലമുടി നാര് എണ്ണപ്പെട്ടിരിക്കുന്നു, നമ്മൾ ചെയ്യുമ്പോഴൊക്കെ പൊഴിയുന്നു, നമ്മൾ അറിയുന്നില്ല. പക്ഷെ കർത്താവിനെ ചോദിക്കാവോ? എണ്ണി എണ്ണി പറയുന്ന ഒരു ദൈവം, നിന്റെ മേൽ ഞാൻ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരും, നടക്കേണ്ടുന്ന വഴി ഞാൻ ഉപദേശിച്ചിരുന്നു പറഞ്ഞു തരുമെന്ന് പറഞ്ഞ ദൈവം നിന്നോട് പറയുക. ആ സംഭവിച്ച പരാജയങ്ങളുണ്ടല്ലോ, ആ സംഭവിച്ച വേദനകളുണ്ടല്ലോ, തകർച്ചകൾ ദൈവം അറിയാതല്ല. ദൈവം അറിയാതല്ല. ദൈവത്തിൻ്റെ ഉള്ളം കരങ്ങളിൽ നീ അപകടം വന്നപ്പോൾ ദൈവം നിന്നെ കാത്തില്ലേ? അരോഗം വന്നപ്പോൾ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നില്ലേ? ഒരു കാലത്തും നീ രക്ഷപ്പെടുകയല്ലെന്ന് ആരും പുറത്തു നോക്കി പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ പ്രതികരണത്തിലൂടെ കാണിച്ചില്ലേ? ദൈവം കാര്യം പിടിച്ചു കൊണ്ടുവന്നില്ലേ? അന്ന് ചേർന്ന് ഇന്ന് കൂടി നിന്നവരൊക്കെ നിന്നെ വിട്ട് അകന്നു പോയപ്പോൾ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നില്ലേ? തുടങ്ങിയതേ ഉള്ളൂ ദൈവ പ്രവൃത്തി. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. തുടങ്ങിയതേ ഉള്ളൂ ദൈവത്തിൻ്റെ പ്രവൃത്തി. അത് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ കാശിന് 2 കുരിയിൽ എൻ്റെ വെറും വിലയില്ലാത്തതിന് പോലും ദൈവത്തിൻ്റെ ഉള്ളംകരങ്ങളിലാണെങ്കിൽ, വജ്രത്തിൻ്റെ വിലയൊന്നുമില്ല കുരുവിലിന്, പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളംകരങ്ങളിൽ അങ്ങനെയാണ് അല്പവിശ്വാസി നിന്നെ എത്രയധികം മാനിക്കും ഇനി ദൈവം. എനിക്കറിയത്തില്ല ദൈവം എന്നോട് പറയണം, തീരത്തില്ല. ആ ഹാമാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, രാജാവ് ഇച്ഛിക്കുന്ന പുരുഷൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വലിയൊരു മാന്യത. നീ രഹസ്യത്തിൽ ചെയ്തതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒന്നും ആരും കണ്ടില്ല, പക്ഷേ രഹസ്യത്തിൽ നീ കരഞ്ഞത് കണ്ട ഒരു ദൈവമുണ്ട്. വ്യക്തതയോട് സ്വർഗത്തിൻ്റെ ദൈവനോട് പറയും. ശുശ്രൂഷ മണ്ഡലങ്ങളിലുള്ളവരാണെന്ന് എനിക്കറിയത്തില്ല. ഈ ലോകത്തിൽ വെച്ച് തന്നെ നിന്റെ തല ദൈവം ഉയർത്തും, നിന്നെ മാനിക്കും. നിന്ദിക്കപ്പെട്ടിടത്ത് അവൻ്റെ മഹത്വത്തിന് വേണ്ടി വെളിപ്പെടും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം അത് ചെയ്തിരിക്കും. ഉയർത്തും എന്ന് പറഞ്ഞാൽ ഉയർത്തും. നിന്റെ നിന്ദകളെ അതിൽ മാറ്റുമെന്ന് പറഞ്ഞാൽ, ലജ്ജിക്കപ്പെട്ടിടത്ത്, തകർന്നിടത്ത്, പരാജയപ്പെട്ടിടത്ത് ദൈവം ആ സ്ഥലത്ത് തന്നെ. ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തൊരു സ്ഥലത്ത് പല ദൈവാസമാർ പറഞ്ഞു, നിന്നെ ആ സ്ഥലത്ത് തന്നെ, ആ സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിവാക്ക് പറയാതിരിക്കുന്നു. 90 മുതൽ 2000 വരെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് 2015 ദൈവം എന്നെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി സുവിശേഷം അറിയിക്കാൻ. അതുകൊണ്ട് പേടിക്കേണ്ട, നീ വിശേഷമുള്ള ആളാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരും എന്നെ കർത്താവാണെങ്കിൽ പേടിക്കണ്ട, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നീ ഇഷ്ടപ്പെടുന്ന പോലെ ദൈവരെ കൊണ്ടുവരും, മാനിക്കും. ഇപ്പോൾ തന്നെ അത് വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞു. എന്തെങ്കിലും എഴുതാൻ കഴിയുന്നെങ്കിൽ എഴുതി വെക്ക്, അങ്ങനെ സംഭവിക്കത്തുള്ളൂ പറ. അതുപോലെ തന്നെ ദൈവം ചെയ്യും. കാശ് 2 കുരികളുണ്ട്, എൻ്റെ പിതാവ് അറിയാം, ഒന്നും ദൈവം അറിയാൻ സംഭവിക്കത്തില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ.